നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഓക്കെ, സുഗിയൻ ഉണ്ടാക്കുന്നതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊന്ന് കടയിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും അമ്മ സുഗിയൻ ഉണ്ടാക്കാനുള്ള എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിൽ എന്തൊക്കെയാണ് ചേർത്തിട്ടുണ്ടാകുന്നത് നമുക്ക് നമ്മുടെ ഷെഫ് ഷീജാമ്മയോട് ചോദിക്കാം. ഏക്കർ ദൂരെ പോയിന്ന് പറയാതെ ഇങ്ങോട്ട് വന്ന് പറയൂ. ഓക്കെ, ഇനി പറയൂ എന്തൊക്കെയാണ് നമ്മൾ സുഗിയനിൽ ചേർത്തേക്കുന്നത്? പയർ ഞാനാണ് പയറിട്ട പയർ ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. കുക്കറിൽ ഇട്ട് ഒരു 5 വിസിലോളം കെപ്പിച്ചു. ഒരു 5 മണിക്കൂറൊക്കെ ഇട്ടേക്കാനുള്ളതാണ് പയറ്. പക്ഷെ എനിക്ക് സുഗിയൻ തിന്നാനുള്ള ആർത്തിയും സമയമില്ലായ്മയും കാരണം കുക്കറിലിട്ട് 5 വിസിൽ കെപ്പിച്ചു. കുക്കറിലിട്ടിട്ട് പോയി. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് ശർക്കര, ഏലക്ക, പയറ്, ഒരു നുള്ളു പിഞ്ചുപ്പിടണം. ഉപ്പ് ഞാൻ പയറിലിട്ടു. പയറിൽ ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചത്. ഇപ്പം പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്റെ ഷിയാമ ഇപ്പം ഉപ്പും കൂടെ കമ്മിത്തേന്. ഇനി നമ്മൾ തേങ്ങ ഇടാൻ പോകും. കുറച്ചധികം തേങ്ങയ്ക്ക് ഇടമ്മ. തേങ്ങയുടെ വില എത്ര ഇടുന്ന മിണ്ടരുത്. ഓക്കെ, നമ്മൾ തേങ്ങ ഇട്ട് ഇതാണ് ഇളക്കാണ്. എനിക്ക് ഇങ്ങനെ കഴിക്കാനും ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് മൈദ മാവ് കുറച്ച് ഉള്ളത് കൊണ്ട് ആരോടും പറയണ്ടെന്ന് പറഞ്ഞു ഗോതമ്പ് മാവ് ഇടുന്നത്. അമ്മ നമ്മള് മാത്രല്ല എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ ആവും. അവരിപ്പൊ കാണിക്കണമെന്നില്ല റിയൽ ലൈഫ് കേട്ടോ. അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ട കേട്ടോ. നമ്മുടെ റിയൽ ലൈഫ് ഇങ്ങനെയാണ്. മൈദ മാവ് കുറച്ചുള്ളതുകൊണ്ട് നമ്മൾ ഗോതമ്പ് മഴയും കട്ടൻ ചായയും. മഴയുണ്ട്, ഞാൻ കാണിച്ചു തരാം. മഴ നല്ല മഴയാണ് പുറത്ത്. നിങ്ങളവിടെയൊക്കെ മഴയുണ്ടോന്ന് പറയണം. കണ്ടോ, ഫുൾ വെള്ളപ്പൊക്കമാണ്. എന്റെ നിർദ്ദേശപ്രകാരം അരിപ്പൊടി ഇടുന്നത് ക്രിസ്പിനെസ് കിട്ടാനാണ്. അപ്പൊ കുറച്ച് മഞ്ഞൾപ്പൊടി എന്തിനാണ് കളറിന്. ഓക്കെ, അപ്പോൾ പകുതി വെച്ചിട്ട് മൈക്ക് ഓഫായി പോയിട്ടോ. അപ്പോൾ ഞാൻ വോയിസ് ഓവർ എടുക്കുകയാണ്. പുറത്തിരുന്നാണ് കൊടുക്കുന്നത്. അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ പട്ടിക്കുട്ടിയൊക്കെ കരയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പയറും എല്ലാം കൂടെ കുഞ്ഞുരുള ഉരുട്ടി നമ്മൾ ആ മാവിൽ മുക്കി തിളച്ച എണ്ണയിലോട്ട് ഇട്ടു. മുരിഞ്ഞ് വരുന്നുണ്ട്. സത്യം പറയല്ല, കടയിൽ ഉണ്ടാക്കും പോലത്തെ അതേ ടേസ്റ്റും അതേ കാണാനുള്ള ഭംഗിയും ഒക്കെ ആയിരുന്നു. കണ്ടോ, നല്ല മഴയും ചായയും ഒക്കെ കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കഴിച്ചു കേട്ടോ. അടിപൊളി വൈബായിരുന്നു. മോദകം എന്തായാലും ഉണ്ടാക്കുക. ഈ വടയും ഉള്ളിവടയൊക്കെ ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കും. ഈ മോദകം വീട്ടിൽ തന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ മുത്തശ്ശി. മുത്തശ്ശിയും കൊടുത്തു. മുത്തശ്ശി ഇപ്പോൾ കിടപ്പ് തന്നെയാണ് കേട്ടോ, എനിക്കൊന്നുമില്ല. ഇത് മുത്തശ്ശിയുടെ പെറ്റാണ്, സുന്ദരി പൂച്ചക്കുട്ടി ഞങ്ങളുടെ. അപ്പോൾ ഇതാ ഞാൻ കഴിക്കുകയാണ്. നല്ല ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റ്. നമ്മളെ പട്ടി ഭയങ്കര കരച്ചിൽ, അവനെ അഴിച്ചു വിടാറായി. അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടി ഉണ്ടാക്കി നോക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. മൈക്ക് ഓഫായി പോകേണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. പുറത്താണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റാ. എല്ലാവരും ഉണ്ടാക്കി വെക്കണം.